തോക്കുകളെയും ടാങ്കുകളെയും ഭയപ്പെടുമ്പോൾ ചൈന ആയുധമാക്കുന്നത് ഭൂമിക്കടിയിലെ രഹസ്യങ്ങളെയാണ്. അമേരിക്കൻ സൈനിക വീരത്തിന്റെ ആഗോള പ്രതീകമായ F-35 ലൈറ്റ്നിംഗ് ജെറ്റുകൾക്ക് ഇനി ആകാശത്ത് ചിറക് വിടർത്തണമെങ്കിൽ ചൈനയുടെ കനിവ് വേണം. ഒരു വെടിയുണ്ട പോലും പാഴാക്കാതെ, ഒരു മിസൈൽ പോലും തൊടുത്തുവിടാതെ ലോകശക്തിയായ അമേരിക്കയെ റൺവേയിൽ തളച്ചിടാൻ ചൈന ഒരുക്കുന്ന ഈ റിസോഴ്സ് വാർ ആധുനിക യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിക്കുകയാണ്. ചൈന പുറത്തിറക്കിയ 141 പേജുള്ള പുതിയ പഞ്ചവത്സര പദ്ധതി വെറുമൊരു സാമ്പത്തിക രേഖ മാത്രമല്ല, മറിച്ച് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാങ്കേതിക അധിനിവേശത്തിന്റെ മാസ്റ്റർ പ്ലാൻ കൂടിയാണ്. ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ മറ്റ് യുദ്ധമുഖങ്ങളിൽ തങ്ങി നിൽക്കുമ്പോൾ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വാതിൽ കൊട്ടിയടച്ചുകൊണ്ട് ചൈന ഒരു നിഴൽയുദ്ധത്തിൽ വിജയിക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ പ്രതിരോധ ബജറ്റും ഇന്റർസെപ്റ്റർ മിസൈലുകളും മറ്റ് രാജ്യങ്ങൾക്കായി ചിലവാക്കി തീർക്കുമ്പോൾ ആ മിസൈലുകൾ പുനർനിർമ്മിക്കാൻ പോലും കഴിയാത്തവണ്ണം വിഭവങ്ങളുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കുകയാണ് ചൈന. സാങ്കേതിക വിദ്യയുടെ ആയുധപ്പുരയിൽ ചൈന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ നീക്കം ആധുനിക യുദ്ധതന്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ചൈനയുടെ പക്കലുള്ള അപൂർവ ഭൗമ മൂലകങ്ങളുടെ ശേഖരമാണ്. ഓരോ F-35 യുദ്ധവിമാനത്തിന്റെയും എഞ്ചിനുകളിലും സെൻസറുകളിലും അത്യാധുനിക റഡാർ സംവിധാനങ്ങളിലും നൂറുകണക്കിന് കിലോ ഈ ധാതുക്കൾ ആവശ്യമാണ്. ലോകത്തിലെ ഈ അസംസ്കൃത വസ്തുക്കളുടെ സംസ്കരണ ശേഷിയുടെ സിംഹഭാഗവും ഇന്ന് ചൈനയുടെ കൈപ്പിടിയിലാണ്. അമേരിക്ക ഇറാനുമായുള്ള യുദ്ധത്തിൽ കോടിക്കണക്കിന് രൂപ ചിലവാക്കി മിസൈലുകൾ പായിക്കുമ്പോൾ ആ മിസൈലുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വിതരണ ശൃംഖലയുടെ കഴുത്തിന് പിടിക്കുകയാണ് ചൈന ചെയ്യുന്നത്. അമേരിക്ക വെറും $52 ബില്യൺ ചിപ്സ് ആക്ടിൽ മുഴുകി നിൽക്കുമ്പോൾ ചൈന 10 ട്രില്യൺ യുവാൻ ചിലവിട്ട് AI, റോബോട്ടിക്സ്, ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്നിവയെ അധിഷ്ഠിതമായ ഒരു ആയുധപ്പുര തന്നെയാണ് നിർമ്മിക്കുന്നത്. നിക്ഷേപ വിശകലന വിദഗ്ധർ പറയുന്നത് പോലെ അമേരിക്കയുടെ ചിപ്സ് ആക്ട് ഒരു തോക്കാണെങ്കിൽ ചൈനയുടെ പുതിയ പദ്ധതി ഒരു വലിയ ആയുധശാലയാണ്. അമേരിക്കൻ പ്രതിരോധ വകുപ്പ് 2027ഓടെ ചൈനീസ് ധാതുക്കളെ ഒഴിവാക്കാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിലും ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതുവരെ അമേരിക്കൻ സൈന്യം ഒരു ദുർബലാവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. ഇറാൻ യുദ്ധത്തിൽ അമേരിക്ക തങ്ങളുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾ കത്തിച്ചു തീർക്കുമ്പോൾ ആ മിസൈലുകൾ ഉണ്ടാക്കാനുള്ള ലോഹങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ച് ചൈന അമേരിക്കയെ ശ്വാസം മുട്ടിക്കുകയാണ്. ചൈനയുടെ ലക്ഷ്യം കേവലം അതിർത്തികൾ പങ്കിടുന്ന സൈനികമായ മേധാവിത്വം മാത്രമല്ല, മറിച്ച് വരും തലമുറയുടെ ജീവിത രീതിയെ തന്നെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ അനിഷേധമായ അധികാരം സ്ഥാപിക്കുക എന്നതാണ്. 5 വർഷത്തിനുള്ളിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ ഉൽപാദനം ഇരട്ടിയാക്കി ലോകത്തിന്റെ ഫാക്ടറി എന്ന പദവിയിൽ നിന്ന് ലോകത്തിന്റെ തലച്ചോർ എന്ന പദവിയിലേക്ക് മാറാൻ ചൈന അതിവേഗം ചുവടുവെക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെറും ഒരു സോഫ്റ്റ്വെയർ അല്ല, മറിച്ച് സമ്പദ് വ്യവസ്ഥയുടെ ഓരോ സിരയിലും പടർന്നു കയറുന്ന ഒരു പുതിയ ഊർജ്ജമായാണ് ചൈന വിഭാവനം ചെയ്യുന്നത്. അനന്തമായ ഊർജ്ജ സ്രോതസ്സായ ന്യൂക്ലിയർ ഫ്യൂഷൻ മുതൽ മനുഷ്യന്റെ ചിന്തകളെ യന്ത്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് വരെയുള്ള സാങ്കേതിക വിദ്യകളിൽ ചൈന കൈവരിക്കുന്ന അവിശ്വസനീയമായ മുന്നേറ്റം വരും പതിറ്റാണ്ടുകളിൽ ലോകത്തിന്റെ അധികാര സന്തുലിതാവസ്ഥയെ പാടെ മാറ്റിമറിക്കും. യുദ്ധക്കളത്തിലെ താൽക്കാലിക വിജയത്തെക്കാൾ വരും നൂറ്റാണ്ടിലെ ഭരിക്കാൻ പോകുന്ന ദീർഘകാല സാമ്പത്തിക ശാസ്ത്രശക്തി കെട്ടിപ്പടുക്കുന്നതിലാണ് ഷീ ജിൻപിങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ലോകത്തിന്റെ വിതരണ ശൃംഖലകളെയും ഫാക്ടറികളെയും ഒരൊറ്റ സംസ്ഥാന നിയന്ത്രണ സംവിധാനത്തിലേക്ക് പൂട്ടിക്കെട്ടാൻ ചൈനക്ക് കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ F-35 വിമാനം റൺവേയിൽ നിന്ന് പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ആഗോള സൂപ്പർ പവർ പോരാട്ടത്തിൽ അമേരിക്ക പരാജയപ്പെടുമെന്ന് പ്രതിരോധ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്ക പശ്ചിമേഷ്യയിലെ മണരാരണ്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളറുകൾ ഹോമിക്കുമ്പോൾ ആധുനിക ലോകത്തിന്റെ താക്കോലുകളായ സെമി കണ്ടക്ടറുകളിലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗിലും ചൈന തങ്ങളുടെ കോട്ടകൾ പണിയുകയാണ്. ഇത് കേവലം ഒരു മത്സരമല്ല, മറിച്ച് ചൈനീസ് മണ്ണിലെ ലാബുകളിലും വിതരണ ശൃംഖലകളിലും വെച്ച് അമേരിക്കൻ ആധിപത്യത്തിന്റെ ചരമഗീതം കുറിക്കുന്ന ഒരു നിശബ്ദ അധിനിവേശമാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് മുഴങ്ങുന്ന വെടിയൊച്ചകൾക്കിടയിൽ ചൈന നിശബ്ദമായി പടുത്തുയർത്തുന്ന ഈ സാങ്കേതിക കോട്ടകൾ അമേരിക്കക്ക് നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. സായുധ പോരാട്ടങ്ങളിലൂടെയും മിസൈലുകളിലൂടെയും മാത്രമല്ല, മറിച്ച് വിഭവങ്ങളുടെയും വിജ്ഞാനത്തിന്റെയും മേലുള്ള സമ്പൂർണ്ണ നിയന്ത്രണത്തിലൂടെയാണ് ഭാവിയിലെ ലോകം ഭരിക്കപ്പെടുക എന്ന് ചൈന തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ ചിറകുകൾ ആകാശത്തല്ല, മറിച്ച് ചൈനീസ് മണ്ണിലെ ഖനികളിലും ലാബുകളിലുമാണ് നിർണ്ണയിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം ആഗോള രാഷ്ട്രീയത്തിലെ പുതിയൊരു യുദ്ധമുറയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. പണം വാരിക്കോരി എറിഞ്ഞു നടക്കുന്ന പരമ്പരാഗത യുദ്ധങ്ങളിൽ അമേരിക്ക തളരുമ്പോൾ വിതരണ ശൃംഖലയുടെ ചരടുവലികളിലൂടെ ലോകത്തെ ശ്വാസം മുട്ടിക്കുന്ന ചൈനയുടെ തന്ത്രം അജയ്യമായി തുടരുകയാണ്. ആധിപത്യത്തിന്റെ ഈ പുതിയ പാഠപുസ്തകത്തിന് മുമ്പിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ അമേരിക്കക്ക് കഴിയുമോ എന്നത് വരും കാലം ഉറ്റുനോക്കുന്ന വലിയ ഒരു ചോദ്യം തന്നെയാണ്. ലോകമൊരു പുതിയ അധികാര സമവാക്യത്തിലേക്ക് വഴിമാറുമ്പോൾ തോക്കുകളേക്കാൾ പ്രഹരശേഷി സാങ്കേതിക വിദ്യക്കാണ് എന്നുകൂടി കാലം ഒരിക്കൽ കൂടി അടിവരയിടുന്നു.